ശ്രീ പത്മനാഭൻ, അങ്ങ് വിശദീകരിച്ചുകൊണ്ടിരുന്നത് ഈ ഇസ്രത് ജഹാനുമായി ബന്ധപ്പെട്ട എൻകൗണ്ടറും ഒപ്പം അതെങ്ങനെയാണ് ഇപ്പോഴത്തെ ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രിയിലേക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിലേക്കും ഒക്കെ എത്തിക്കുവാനുള്ള ശ്രമം നടന്നത് എന്നതായിരുന്നു. അങ്ങേക്ക് പൂർത്തീകരിക്കാം. എന്നിട്ടാണ് ഗുജറാത്ത് പോലീസിലെ ഉദ്യോഗസ്ഥന്മാരെ വ്യാജ എൻകൗണ്ടർ എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യിപ്പിച്ചു. എന്താ സംഭവിച്ചത്? നിങ്ങളൊരു രസം അറിയോ? ഈ RVS മണിയെ സിഗരറ്റ് കുറ്റി കൊണ്ട് പൊള്ളിച്ചിട്ടുണ്ട്. ആരറിയോ? സതീഷ് വർമ്മ എന്ന് പറയുന്ന CBI ഓഫീസർ. അയാളെ കൊണ്ട്, അയാളാണെന്ന് IB ഓഫീസർ. അയാൾ പറഞ്ഞു ഇസ്രത് ജഹാൻ ഇതാണ് ലഷ്കർ-e-തോയ്ബയുടെ മോഡ്യൂളാണ് എന്ന് പറഞ്ഞതിന് തിരുത്തി പറയിപ്പിക്കാൻ CBI അന്വേഷണം വന്നു. ഗുജറാത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഫ്രെയിം ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു. പക്ഷെ IBന്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ, കേന്ദ്ര IBയുടെ റിപ്പോർട്ടുണ്ട്, ഇവര് LNT മോഡുകളാണ്. അപ്പൊ അത് തിരുത്തി പറയിപ്പിക്കാൻ സിഗരറ്റ് കുറ്റി കൊണ്ട് ഇയാളുടെ കാലിലെ തുടയിൽ പൊള്ളിച്ചിട്ടുണ്ട്. ഇയാൾ പരാതി കൊടുത്തിട്ട് ഒഫീഷ്യൽ റെക്കോർഡുണ്ട്. CBI ഓഫീസർ സതീഷ് വർമ്മ സിഗരറ്റ് വലിച്ച് കുറ്റി കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യയിലെ ഒരു IB ഉദ്യോഗസ്ഥനെ, ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനെ, ഒരു CBI ഉദ്യോഗസ്ഥൻ സിഗരറ്റ് വലിച്ച് കുറ്റി കൊണ്ട് പൊള്ളിക്കുക. അത് ഓൺ റെക്കോർഡാണത്. പരാതി ഇന്ത്യയിലെ ഹോം മിനിസ്ട്രിയിലുണ്ട്, IB മിനിസ്ട്രി, എല്ലാവരുടെ കൈവശവും ഉണ്ട് ആ പരാതി. ഈ മനുഷ്യനെ പൊള്ളിച്ചതാണ്. അവസാനം എന്താ ഉണ്ടായത്? ലോക്നാഥ് ബെഹ്റ ഡെപ്യൂട്ടേഷനിൽ വന്ന് NIA വന്ന് അമേരിക്കയിൽ ന്യൂയോർക്കിൽ പോയി അവിടത്തെ ജയിലിൽ കിടക്കുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, അതായത് 26/11 മാസ്റ്റർ മൈൻഡ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്ത് അയാൾ പറഞ്ഞു, ഇത് ഇസ്രത് ജഹാൻ ഞങ്ങളുടെ മോഡ്യൂളായിരുന്നു. അപ്പൊ ആലോചിച്ച് നോക്കെ, എവിടെ എത്തി? പോലീസുകാരെ പിടിച്ച് ജയിലിലിട്ടു. IB ഉദ്യോഗസ്ഥനെ സിഗരറ്റ് കുറ്റി കൊണ്ട് പൊള്ളിച്ചു. കവിത, NCPയുടെ മന്ത്രിമാർ ഇസ്രത് ജഹാന്റെ വീട്ടിലേക്ക് തീർത്ഥയാത്ര. ഈ രാജ്യത്ത് ബോംബ് സ്ഫോടനം നടത്താൻ വന്ന ആളെ മാലാഖയാക്കി കേരളത്തിൽ ഒരു കവിത എഴുതി. മാലാഖ മറ്റ് കവിത. അത് ചർച്ചയായിരുന്നു, അന്ന് ചാനലിൽ ചർച്ചയായിരുന്നു. അപ്പോ ഇതൊക്കെ ഇവിടെ നടന്നു. ഇങ്ങനത്തെ കുറെ അബദ്ധ നാടകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് UPA സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന ചില വിദ്വാൻമാരാണ്. അപ്പൊ ആ കാലം പക്ഷെ അവരോടൊക്കെ കണക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ സുരേഷ് സാർ പറഞ്ഞു ദിഗ്വിജയ് സിംഗിനെ പറ്റിയിട്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മധ്യപ്രദേശിൽ കുത്തുവാള എടുപ്പിച്ചതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച മഹാനാണ് ഈ ദിഗ്വിജയ് സിംഗ്. ഈ ദിഗ്വിജയ് സിംഗ് ഒരാൾ കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മധ്യപ്രദേശിൽ നിന്ന് വട്ടപൂജ്യത്തിൽ ഇരിക്കുന്നത്. ജനങ്ങൾ ഇവരോടൊക്കെ കണക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ UPA സർക്കാരിന്റെ കാലത്ത് ഈ സകല തീവ്രവാദികൾക്കും ഇന്ത്യയില് എന്താ പറയാ പ്രവർത്തിക്കാനും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള സമയത്ത് ബോംബ് പൊട്ടിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായി. ഇന്ന് അത് സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഈ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് RVS മണിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വരാൻ പോവുകയാണ്. അറസ്റ്റുകൾ ഉണ്ടാവും. ആരും വെറുതെ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ.